പവൻ ഗോൾ തിരൂർ. +1 സീറ്റ് വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്ന് ന്യൂനപക്ഷക്ഷേമ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ഈ വിഷയം മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയതായും അടിയന്തരമായി തന്നെ പ്രശ്നം പരിഹരിക്കുമെന്ന് അറിയിച്ചതായും മന്ത്രി പറഞ്ഞു. +2 ഇല്ലാത്ത മുഴുവൻ ഗവൺമെന്റ് ഹൈസ്കൂളുകളും അപ്ഗ്രേഡ് ചെയ്തും സൗകര്യങ്ങളുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചും പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും മന്ത്രി പറഞ്ഞു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് ജില്ലകളിൽ SSLC പാസ്സായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതത് പ്രദേശങ്ങളിൽ തന്നെ തുടർ പഠനത്തിന് പരമാവധി സൗകര്യമൊരുക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. +1 അലോട്ട്മെന്റിൽ 3 ഘട്ടങ്ങൾ പൂർത്തിയായപ്പോൾ മലബാറിലെ മേൽപ്പറഞ്ഞ ജില്ലകളിലെ വിജയിച്ച കുട്ടികളിൽ പലർക്കും സീറ്റ് ലഭിച്ചിട്ടില്ലെന്ന വിഷയം സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തര പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. +2 സീറ്റ് ക്ഷാമം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുകയും അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രിയുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിച്ചു. അപ്പോൾ അവർ മുൻപ് അഡീഷണൽ സീറ്റ് അലോട്ട് ചെയ്ത സമയത്ത് പറഞ്ഞത് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും രീതിയിൽ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് തന്നതാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സീറ്റുകൾ ഈ അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ സീറ്റുകൾ കുറവുണ്ടെങ്കിൽ പൂർണ്ണമായും അത് പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. +2 ഇല്ലാത്ത മുഴുവൻ ഗവൺമെന്റ് ഹൈസ്കൂളുകളും അപ്ഗ്രേഡ് ചെയ്യുകയും സൗകര്യങ്ങളുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പുതിയ ബാച്ചുകൾ അനുവദിച്ചും പ്രതിസന്ധി പരിഹരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഇക്കാര്യങ്ങൾ പരിശോധിച്ച സീറ്റ് വിഷയം പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഉറപ്പ് നൽകിയതായി മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. അതോടൊപ്പം തന്നെ ജില്ലയിലെ എല്ലാ ഹൈസ്കൂളുകൾക്കും എല്ലാ സർക്കാർ ഹൈസ്കൂളുകൾക്കും പുതുതായി +2 ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതും പരിഹരിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല രീതിയിൽ വിദ്യാഭ്യാസം നടത്തുന്ന ജില്ലയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ A+ നേടി വിജയിക്കുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആവശ്യമായുള്ള സീറ്റുകൾ നൽകിക്കൊണ്ട് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് ഈ വിഷയത്തിൽ ആവശ്യം. താൽക്കാലികമായുള്ള പരിഹാരം നമ്മൾ ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ വർഷം കൂടി ഈ താൽക്കാലിക സംവിധാനം നിർത്തി ജില്ലയുടെ സീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം നൽകാം എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. തീർച്ചയായും ആ രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസമുണ്ട്. ഈ അടുത്ത ആഴ്ച തന്നെ ഈ കാര്യത്തിൽ പൂർണ്ണമായുള്ള തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തുണ്ട്.